ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇന്ന് ആലത്തൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തും. രാവിലെ തിരുവല്വാമല ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. തുടർന്ന് വിവിധ സാമുദായിക നേതാക്കളും മതപുരോഹിതന്മാരുമായും കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും. വൈകുന്നേരം നടക്കുന്ന പദയാത്ര ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ബി.ജെ.പിയുടെ കേരള പദയാത്ര പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ. രോഹിണി, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് ഇന്ന് കേരള പദയാത്ര പര്യടനം നടത്തുന്നത്. രാവിലെ തിരുവല്ലാമല ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കെ സുരേന്ദ്രൻ ദർശനം നടത്തി. അവിടെ നിന്നാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി കുന്നംകുളം ടൗണിൽ നിന്നാണ് പദയാത്ര ആരംഭിക്കുന്നത്. ഈ പദയാത്രയുടെ പൊതുസമ്മേളനവും പദയാത്രയും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടിയാണ്. എന്തായിരുന്നാലും ഇതുവരെയുള്ള നമ്മുടെ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഈ ഒരു പര്യടനം നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ ഒരു രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്ന തരത്തിൽ തന്നെയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും എൻ.ഡി.എ ചെയർമാനുമായ കെ സുരേന്ദ്രൻ നടത്തുന്ന പദയാത്ര പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ പദയാത്രയുടെ ഭാഗമായുള്ള പൊതുസമ്മേളനങ്ങളിലും ആയിരക്കണക്കിന് പുതിയ പ്രവർത്തകർ പാർട്ടിയുടെ ഭാഗമാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നടന്ന മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ പോലും സമാനമായ രീതിയിൽ നിരവധി പ്രവർത്തകർ പുതുതായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിച്ച് ബി.ജെ.പിയുടെ അംഗത്വം സ്വീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായിരുന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പദയാത്ര ബി.ജെ.പിക്ക് വലിയ രീതിയിലുള്ള നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇപ്പോൾ വിലയിരുത്തുന്നത്. രാഷ്ട്രീയമായി തന്നെ നമുക്ക് അത്തരത്തിൽ തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു പദയാത്ര കടന്നു പോകുന്ന സ്ഥലത്തെല്ലാം തന്നെ ബി.ജെ.പിയുടെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്ന ഒരു നിലപാട് ബി.ജെ.പി. സംഘടനാ തലത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ബൂത്ത് തല പ്രവർത്തനങ്ങൾ ശക്തമാക്കി പദയാത്രയുടെ ഭാഗമാകാൻ നിരവധി പ്രവർത്തകരെ ഈ പദയാത്രയിലേക്ക് എത്തിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള നിരവധി വ്യക്തിത്വങ്ങൾ പദയാത്രയുടെ ഭാഗമാകുന്നു. പ്രത്യേകിച്ച് ഇവർ ആരും തന്നെ ബി.ജെ.പിയുടെ ഭാഗമായി ഉള്ളവരല്ല, ബി.ജെ.പി. അനുഭാവികളല്ല. പക്ഷേ പുതുതായി നിരവധി പേരെ ബി.ജെ.പിയുടെ ആ ഒരു വഴിയിലേക്ക്, ആ ഒരു ചിന്താധാരയിലേക്ക് എത്തിക്കാൻ ഈ ഒരു പദയാത്രയിലൂടെ ബി.ജെ.പി. നേതാക്കൾക്ക് സാധിക്കുന്നു എന്നതാണ് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അടക്കമുള്ളവർ നിരവധി പേർ ബി.ജെ.പിയുടെ അംഗത്വം സ്വീകരിക്കുന്ന കാഴ്ച. അങ്ങനെ കേരളത്തിൽ പുതിയ രാഷ്ട്രീയ മാറ്റത്തിന് തന്നെയാണ് ബി.ജെ.പി. ഈ ഒരു പദയാത്രയിലൂടെ തുടക്കം കുറിക്കാൻ ശ്രമിക്കുന്നത്. അത് രാഷ്ട്രീയമായി ബി.ജെ.പിക്ക് വലിയ നേട്ടം കൊയ്യാൻ സാധിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് ഈ പദയാത്രയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇനി 27-ാം തീയതി തിരുവനന്തപുരത്ത് അവസാനഘട്ട ഈ പദയാത്രയുടെ അവസാനഘട്ട ആ ഒരു കൊട്ടിക്കലാശം നടക്കുമ്പോൾ സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെയാണ് നേരിട്ട് പദയാത്രയുടെ അവസാന സമ്മേളനം അല്ലെങ്കിൽ ആ അവസാന പദയാത്ര ഉദ്ഘാടനം ചെയ്യാൻ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അതും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പിൻബലം ബി.ജെ.പിക്ക് കേരളത്തിൽ ലഭിക്കും. നേരത്തെ വിവിധ ഘട്ടങ്ങളിലായി പലതവണ തുടർച്ചയായി പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ തന്നെ നേരിട്ടെത്തി ഈ ഒരു ബി.ജെ.പിയുടെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ പോലും അതിനുള്ള ആക്കം കൂട്ടാനുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിലൂടെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും വലിയ രാഷ്ട്രീയ മാറ്റം തന്നെയായിരിക്കും ഈ ഒരു പദയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഉണ്ടാകുക എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരോടുമാരെയും അതുപോലെ തന്നെ വിവിധ സാമുദായിക നേതാക്കളുടെ ഭാഗത്തു നിന്നും ബി.ജെ.പിക്ക് ലഭിക്കുന്ന പിന്തുണ തന്നെയാണ് എടുത്തു പറയേണ്ടത്. രോഹിണി. ശരി വിനേഷ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് ആലത്തൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തും. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.